ഹായ് മല്ലു മാസ്റ്ററിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരള ട്രഷറി കോഡിൻ്റെ ഒരു മുൻവർഷ ചോദ്യപേപ്പറാണ്. അപ്പോൾ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ചോദ്യപേപ്പർ പരിചയപ്പെടുത്താൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് കേരള ട്രഷറി കോഡ് ഹയറിൻ്റെ 2019 ഒക്ടോബറിൽ നടന്ന പരീക്ഷയുടെ ഒരു ചോദ്യപേപ്പറാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 8-10 ചോദ്യപേപ്പറുകൾ നോക്കിയിട്ട് ഈ ചോദ്യപേപ്പർ തന്നെ സെലക്ട് ചെയ്തതിന് കാരണം ഇത് വളരെ ടിപ്പിക്കലായിട്ടുള്ള ഒരു ചോദ്യപേപ്പറാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യപേപ്പറിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ മിക്ക ഭാഗത്തുമുള്ള ചോദ്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പ് ഇതൊന്ന് ആൻസർ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇത്. അപ്പോൾ ഇതിനകത്ത് ചോദ്യങ്ങൾ ഞാൻ 2 പാർട്ടായിട്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാനെപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾക്ക് സ്വയം ട്രൈ ചെയ്യാവുന്ന രീതിയിലാണ് ഞാനിത് പരിചയപ്പെടുത്തുന്നത്. ഏറ്റവും അവസാനമാണ് ഞാനിതിൻ്റെ ആൻസേഴ്സും സൊല്യൂഷൻസൊക്കെ കൊടുത്തിരിക്കുന്നത്. എക്സ്പ്ലനേഷൻസൊക്കെ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഒരു റഫ് പേപ്പറിൽ നിങ്ങളുടെ ഓപ്ഷൻസൊക്കെ മാർക്ക് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എവിടെയാണ് കിട്ടുന്നത് എവിടെയാണ് കിട്ടാത്തതെന്നൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് 2019 ഒക്ടോബർ മാസം നടന്ന കേരള ട്രഷറി കോഡ് ഹയറിൻ്റെ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. അപ്പോൾ ഇത് 50 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഒരു 45 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുക. എത്രയാണ് സ്കോർ വരുന്നതെന്ന് നോക്കുക. എല്ലാം ശരിയാവുന്നവരെ അത് ചെയ്തു നോക്കുക. അപ്പോൾ ആദ്യം ഇതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് ബ്രീഫിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്ന വീഡിയോസ് കണ്ടതിന് ശേഷം ചെയ്തു നോക്കുക. അപ്പോഴാണ് അത് കൂടുതൽ പ്രയോജനം ചെയ്യുക. അപ്പോൾ ആദ്യ ചോദ്യം, the sub-vouchers of contingent bills should be preserved along with the contingent bills for dash years from the date of payment. Option A 1, option B 2, option C 3, option D 5. രണ്ടാമത്തെ ചോദ്യം, payment of pension and SB transactions are conducted at the dash in both the bank treasury and non-bank treasury. Option A treasury counter, option B bank counter, option C post office counter, option D front office. മൂന്നാമത്തെ ചോദ്യം, when permanent advance is sanctioned, it shall be drawn from the treasury on a bill in form option A Tier 24, option B Tier 42, option C Tier 7A, option D Tier 74. നാലാമത്തെ ചോദ്യം, the head of an office may authorize a gazetted government servant serving under him to sign bills. ഇത് ഏത് റൂളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. KTC വോളിയം 1, റൂൾ 188, 187 or KAC2 കേരള അക്കൗണ്ട് കോഡ് വോളിയം 2 അതിൽ ആർട്ടിക്കിൾ 14 ഈ റൂൾ 163G കേരള ട്രഷറി കോഡ് വോളിയം 1. അപ്പോൾ അത് ഏത് റൂളാണെന്ന് നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ ഇങ്ങനത്തെ റൂൾസ് ഉണ്ടാവും. പ്രത്യേകിച്ചൊന്നുമില്ല, റൂള് ഇൻഡെക്സ് നോക്കിയിട്ട് പോയി നോക്കുക. അപ്പോൾ ഇതുപോലെ ഒരു സെൻറ്റൻസ് അങ്ങനെ തന്നെ കിടപ്പുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതായിരിക്കും അതിൻ്റെ കറക്റ്റ് ആൻസർ. അഞ്ചാമത്തെ ചോദ്യം, ക്യാഷ് റിസീവ്ഡ് ആൻഡ് ഡിസ്പാച്ച് ബുക്ക് ഈസ് ഇൻ റൂൾ. ഏത് റൂളാണെന്നാണ് റൂള് വീണ്ടും ചോദിച്ചിരിക്കുകയാണ്. 136D KTC വോളിയം 1, 137B KTC 1, 138B KTC 1, 131D KTC 1. അപ്പോൾ അവിടെ നമ്മൾ റൂൾ എടുത്തിട്ട് അതിൻ്റെ സബ്സെക്ഷൻസ് ഉണ്ടോ ചെറിയ ലെറ്റേഴ്സിൽ കൊടുത്തിരിക്കുന്നത്, അതാണ് ആക്ച്വലി നോക്കേണ്ടത്. ആറാമത്തെ ചോദ്യം, അക്യൂട്ടൻസ് റോൾ ഈസ് ഡിഫൈൻഡ് ഇൻ വിച്ച് റൂൾ ഓഫ് KTC 1? 432A, 432B, 432C, 432D. റൂൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കണം, 432ൻ്റെ സബ് ഡിവിഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏഴാമത്തെ ചോദ്യം, receipts and payments on personal deposit accounts should be recorded in personal ledgers in form TA15, TA16, TA17, TA18. എട്ടാമത്തെ ചോദ്യം, the system of appropriation control by the treasury is laid down in which rule of KTC volume 1? 442, 441, 444, 443. ഒൻപതാമത്തെ ചോദ്യം, ഡാഷ് ഹാസ് ടു ഫർണിഷ് എ ലിസ്റ്റ് ഓഫ് സബ് കൺട്രോളിംഗ് ഓഫീസേഴ്സ് ടു ദ ഡിസ്ട്രിക്ട് ഓർ സബ് ട്രഷറീസ് അറ്റ് വിച്ച് സബ് കൺട്രോളിംഗ് ഓഫീസേഴ്സ് ആർ ഡ്രോയിങ് ബിൽസ്. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, കൺട്രോളിംഗ് ഓഫീസർ, ചീഫ് കൺട്രോളിംഗ് ഓഫീസർ, ഡിസ്ട്രിക്ട് ഓഫീസർ. പത്താമത്തെ ചോദ്യം, രജിസ്റ്റർ ഇൻ ഡാഷ് ഷുഡ് ബി കെപ്റ്റ് ഫോർ പേയ്മെന്റ്സ് റിലേറ്റിംഗ് ടു പേഴ്സണൽ ക്ലെയിംസ് ഓഫ് ഗസറ്റഡ് ഓഫീസേഴ്സ് ഫ്രം TA20, TA21, TA22, TA23. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ധാരാളം റൂൾസും ഫോംസും ചോദിച്ചു കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ റൂൾസും ഫോംസും ആ ഫോംസിൻ്റെ ഇൻറ്റീരിയർ സെക്ഷനൊക്കെ ആയിട്ട് കൂടുതൽ പരിചയം കിട്ടുന്നുണ്ട്. അപ്പോൾ യാതൊരു മടിയും വിചാരിക്കേണ്ട, ട്രൈ ചെയ്ത് നോക്കുക. 11ാമത്തെ ചോദ്യം, ഇൻഫർമേഷൻസ് റിക്വയർഡ് ഇൻ ചലാൻ ഈസ് ഡീറ്റെയിൽ ഇൻ KTC വോളിയം 1. വീണ്ടും റൂളാണ് ചോദിച്ചിരിക്കുന്നത്. റൂൾ
102F, Rule 102G, Rule 102D, Rule 102A. 12ാമത്തെ ചോദ്യം, draft shall be issued in special forms to be obtained from currency officer of State Bank of India, Reserve Bank of India, Treasury Directorate, State Bank of Travancore. 13ാമത്തെ ചോദ്യം, as per dash, no treasury account will be transferred during the month of March. ഞാൻ പറഞ്ഞു പോയിട്ടുള്ളതാണ്, നിങ്ങളെ മുൻപ് പരിചയപ്പെടുത്തിയിട്ടുള്ള സെഗ്മെന്റ് ആണ്. TSP Rule 32, TSP Rule 33, TSP Rule 34, TSP Rule 35. 14ാമത്തെ ചോദ്യം, absentee statement is in form Tier 27, Tier 25, Tier 52, Tier 72. 15ാമത്തെ ചോദ്യം, cash received and dispatch book is in Tier 32, 27A, 7A, 38. 16ാമത്തെ ചോദ്യം, there shall ordinarily be a sub-treasury at the headquarters of every dash district, taluk, municipality, corporation. ഒത്തിരി ചോദ്യപേപ്പറുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്, ശ്രദ്ധിക്കുന്നത്. 17ാമത്തേത്, as per Rule 42, KTC Volume 1, the Director of Treasury shall verify the cash balance in each district treasury at least once in 2 months, once in a month, once in 3 months, once in a week. ഇതും ഞാൻ നിങ്ങളെ മുൻപ് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. 18ാമത്തെ ചോദ്യം, the Treasury Officer shall verify the district treasury balance once in a week before 10th of each month, on the last of month, on the last day of each month. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണത്. ആ ട്രഷറിയിൽ അതിൻ്റെ ചെക്കിംഗ് നടത്തുന്നത്, ട്രഷറി വിസിറ്റ് ചെയ്യുന്നത്, ട്രഷറി വെരിഫിക്കേഷൻ എപ്പോഴും ചോദിക്കുന്ന ഒരു സെഗ്മെൻ്റ് ആണത്. ആ പാരഗ്രാഫ് തന്നെ നിങ്ങൾ പ്രത്യേകം നോക്കണം, ആ റൂൾസ് വരുന്ന സെഗ്മെൻറ്റ്. 19ാമത്തെ ചോദ്യം, when any excess is found in the cash balance should be credited to dash on the day on which the excess is found. Lapse deposit, contingent account, suspense account, revenue deposit. contingent അല്ല, continent account എന്നാണ്ടത്, ശ്രദ്ധിക്കണേ. 20ാമത്തെ ചോദ്യം, as per Rule 75G, KTC Volume 1, the treasurer's balance sheet should be compared and agreed with that of the dash District Treasury Officer, Assistant Treasury Officer, Cashier and Accountant. 21ാമത്തെ ചോദ്യം, when a check is received, a preliminary acknowledgement shall be given for the check only in form Tier 6, Tier 5, Tier 7, Tier 7A. When a challan in triplicate is received with the money, the Treasury shall use the dash for the receipt to be given to the payer. A duplicate, B triplicate, C original, D any of this. 23ാമത്തെ ചോദ്യം, the District Treasury Officer shall conduct inspection of all the sub-treasury in the district at least dash without notice once in a year, once in a month, once in 3 months, once in 6 months. 24ാമത്തെ ചോദ്യം, pension payment order in KTC Volume 1, Rule 274, 273, 272, 275. 25ാമത്തെ ചോദ്യം, claims of deceased government servant. അത് ഏത് റൂളിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസീസ്ഡ് എന്നാണ് കേട്ടോ, ശ്രദ്ധിക്കണേ. 112 KTC Volume 1, 212A KTC Volume 1, 212B KTC Volume 1, 212A KTC Volume 1. 26ാമത്തെ ചോദ്യം, സ്റ്റേറ്റ്മെന്റ് ഓഫ് ലാപ്സ്ഡ് ക്യാഷ് ഓർഡേഴ്സ് ഇൻ ആർട്ടിക്കിൾ 121 KSC Volume 2, 120 KSC Volume 2, 115 KSC Volume 2, 122 KSC Volume 2. 27ാമത്തെ ചോദ്യം, KTC Volume 1 Rule dash describes essential particulars to be verified when a claim for payment comes before a Treasury Officer. 163B, 163A, 163C, 163D. 28ാമത്തെ ചോദ്യം, when a payment is made partly in cash and partly by cheque, the amounts paid in cash and by cheque respectively shall not be included on the same challan. KTC Volume 1 Rule ഏത് റൂളാണെന്നാണ് വീണ്ടും ചോദിച്ചിരിക്കുന്നത്. 118, 99A, 100, 102D. 29ാമത്തെ ചോദ്യം, when a deficiency is found in the cash balance of a treasury of any day, it should be made good at once by the person responsible for it. Rule 76, Rule 75, Article 50 of Account Code Volume 2, Article 55 of Account Code Volume 2. 30ാമത്തെ ചോദ്യം, every officer receiving money on behalf of government should maintain a cash book in, cash bookന്റെ ഫോമാണ് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, Tier 7A, Tier 5, Tier 74, Tier 6.
31ാമത്തെ ചോദ്യം The cash account rendered by the State Treasury should be supported by a closing abstract in form TA24, TA26, TA27, TA25. 32ാമത്തെ ചോദ്യം Pension is payable from the dash of the month for which it is due. Last day, 10th day, second day, first day. ഇത് നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ കൂടുതൽ സമയം വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാവുന്നതുണ്ടോ? ട്രൈ ചെയ്യണം. 33ാമത്തെ ചോദ്യം ഓൾട്രേഷൻ മെമ്മോറാണ്ടം ഇസ് ഇൻ ഫോം. എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഓൾട്രേഷൻ മെമ്മോറാണ്ടം. ശ്രദ്ധിക്കണം. TA8, TA6, TA7, TA4. 34ാമത്തെ ചോദ്യം പേ സ്ലിപ്പ് is an authentication issued by Treasury, AG, Head of Office, Bank. 35ാമത്തെ ചോദ്യം അനാമത്ത് ഈസ് ഇൻ റൂൾ. ഏത് റൂളാണെന്നാണ്. അനാമത്തിൻ്റെ റൂൾ എപ്പോഴും ചോദിക്കുന്നതാണ്. റൂൾ 114, റൂൾ 116, റൂൾ 118. All of these. 36. Dash has to furnish a list of sub-controlling officers to the district or sub-treasuries at which sub-controlling officers are drawing the bills. Controlling officer, head of the department, chief controlling officer, district officers. 37ാമത്തെ ചോദ്യം റെസ്പോൺസിബിലിറ്റി ഓഫ് എൻട്രീസ് ഇൻ കോളം 1 to 6 and 12 to 13 of Treasury bill book lies with dash. Treasury officer, chief treasurer, drawing officer, senior superintendent. 38ാമത്തെ ചോദ്യം A bill becomes a voucher when it is duly paid and stamped as drawn, paid, cancelled, passed. 39ാമത്തെ ചോദ്യം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ചോദ്യത്തിൽ ഒരു തെറ്റുണ്ടായതുകൊണ്ടാണത്. 40ാമത്തെ ചോദ്യം TSB Treasury Savings Bank account ordered to be closed will not be transferred. TSB rule. അതിൻ്റെ റൂളാണ് ചോദിച്ചിരിക്കുന്നത്. റൂൾ 31, 32, 34, 33. 41ാമത്തെ ചോദ്യം The government in the finance department shall arrange to hold surprise inspection of cash in government offices. KTC volume 1 rule 127, 128, 133, 132. 42ാമത്തെ ചോദ്യം പേയ്മെന്റ് ഓഫ് ലാസ്റ്റ് സാലറി ഓഫ് എ ഗസറ്റഡ് ഓഫീസർ. KTC വോളിയം 1 റൂൾ. വീണ്ടും റൂളാണ് ചോദിച്ചിരിക്കുന്നത്. 212A, 253, 212A, 251. 43ാമത്തെ ചോദ്യം വീണ്ടും ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ചോദ്യത്തിൽ തെറ്റ് ഉണ്ടായതുകൊണ്ടാണത്. 44ാമത്തെ ചോദ്യം പ്ലസ് ആൻഡ് മൈനസ് മെമ്മോറാണ്ടം ഷുഡ് ബി പ്രിപ്പയർഡ് ഇൻ ഫോം. ഒന്നാമത്തെ ഓപ്ഷൻ TA15, TA33, TA31, TA24. 45ാമത്തെ ചോദ്യം വാലിഡിറ്റി ഓഫ് അക്കൗണ്ടന്റ് ജനറൽസ് ഓതറൈസേഷൻ ഫോർ ഗ്രാറ്റുവിറ്റി ഈസ് ഫോർ ഡാഷ് ഇയേഴ്സ്. എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം കേട്ടോ. വാലിഡിറ്റി ശ്രദ്ധിക്കണം. ഓപ്ഷൻ എ 2 years, ഓപ്ഷൻ ബി 3 years, ഓപ്ഷൻ സി 1 year, ഓപ്ഷൻ ഡി 4 year. 46ാമത്തെ ചോദ്യം എ പെൻഷൻ ഓർഡർ വിൽ ലാപ്സ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ക്ലെയിംഡ് ഫോർ മോർ ദാൻ ഡാഷ്. എപ്പോഴും ശ്രദ്ധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഓപ്ഷൻ എ 1 year, ഓപ്ഷൻ ബി 4 years, ഓപ്ഷൻ സി 2 years, ഓപ്ഷൻ ഡി 3 years. 47ാമത്തെ ചോദ്യം പെർമനന്റ് അഡ്വാൻസ് ബിൽ ഈസ് ഇൻ ഫോം tier 40, tier 41, tier 42, tier 43. 48ാമത്തെ ചോദ്യം when after the dispatch of a treasury account a district treasury officer discovers that the classification of any item is erroneous, he will prepare plus and minus memorandum, alteration memorandum, safe custody register, remittance of dispatch. വളരെ നല്ലൊരു ചോദ്യമാണത്. 49ാമത്തെ ചോദ്യം ഫോം ഡാഷ് ഈസ് യൂസ്ഡ് ഇൻ ട്രിപ്ലിക്കേറ്റ് ഫോർ remitting money into the treasury tier 12, tier 40, tier 32, tier 58. 50ാമത്തെ ചോദ്യം The aggregate total of register of daily receipts and payments of personal deposits is carried to the cash book, ledger, deposit register, daybook. ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണത്. 51ാമത്തെ ചോദ്യം Treasury register of personal deposits is in form tier 12, tier 13, tier 14, tier 15. 52ാമത്തെ ചോദ്യം Statement of lapsed deposits in respect of civil courts deposit is to be prepared by respective courts and sent to the Treasury Officer and District Court, High Court, AG, Sessions Court. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ 2 പാർട്ടുകളായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതിൽ ആദ്യ പാർട്ടാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇതിൽ 39ാമത്തെയും
43-ാമത്തെയും ചോദ്യങ്ങൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നതാണ്. ബാക്കി 50 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ പകുതി സമയം, അതായത് 45 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് നോക്കുക. നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, അത് ട്രൈ ചെയ്യുക. എന്തായാലും പരീക്ഷയ്ക്ക് അത് പ്രയോജനപ്പെടും. ഇതിൻ്റെ പാർട്ട് 2 ഉടനെ നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഉടനെ ലഭിക്കുന്നതാണ്. ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ വീഡിയോസ് ട്രഷറി കോഡിൻ്റെയും സർവീസ് റൂൾസിൻ്റെയും ഫിനാൻഷ്യൽ കോഡിൻ്റെ ഒക്കെ വീഡിയോസ് ഇനി കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക.